അക്വാട്ടിൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബോട്ടിൽ നെറ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് സാധാരണ ആവശ്യമായി വരുന്ന ബോട്ടിൽ നെറ്റ് സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് കൃത്യമായി കിട്ടുകയില്ല. അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ആവശ്യമുള്ള, അതായത് ബെറ്റയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള നെറ്റുകളാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 4 നെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഓരോന്നും ഓരോ ആവശ്യത്തിനാണ്. അത് പ്രത്യേകിച്ചും എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് നമ്മുടെ വീഡിയോ പോവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഓർക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് കൂത്താടി എടുത്തിട്ട് ബോട്ടിലിനകത്തേക്ക് ബെറ്റയ്ക്ക് കൊടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് എത്ര എണ്ണം അതിന് കൊടുക്കണം അതിന് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാൻ പറ്റുന്ന നെറ്റാണ്. ഇതധികം കുഴിവില്ലാതെ, അതായത് ഫ്ലാറ്റ് ആയിട്ടാണ് ഈ നെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് കൂത്താടി കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ആർട്ടിമിയെ കൊടുക്കുകയാണെങ്കിൽ ആർട്ടിമിയുടെ ഷെല്ല് അല്ലെങ്കിൽ ഹാച്ച് ആവാതെ കിടക്കുന്ന ആർട്ടിമിയ, ഇതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. ആ സമയത്ത് നമുക്ക് മുകളിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി അതെല്ലാം കോരി മാറ്റാനായിട്ടും ഈ നെറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഈ നെറ്റ് ഫ്രൈസിനെയൊക്കെ നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റാണ്. കുറച്ച് കുഴിവുള്ള നെറ്റാണ്. ഫ്രൈസിനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന ചെറിയ നെറ്റാണ് ഇത്. ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ഫ്രൈസിനെ എടുക്കണമെങ്കിൽ ഈ നെറ്റ് ഉപയോഗിക്കാം. ഈ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഫ്രൈസിനെ ഒരുമിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ നെറ്റ് നമ്മളെ സഹായിക്കും. ഇതും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്, ടാങ്കിൻ്റെ മുകളിൽ കിടക്കുന്ന വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഈ നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു സ്പെഷ്യൽ നെറ്റാണ്. നമ്മൾ സാധാരണ ഫ്രൈസിനെ നമ്മൾ ഒരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്ന നേരത്ത് ചില ബിരുദന്മാർ അടിയിൽ പോയി കിടക്കും. ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് ചേർന്ന് കിടക്കും. ആ സമയത്ത് നമുക്ക് ഒരു രീതിയിലും ഈ ഫ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ വെള്ളം ഒന്ന് അനക്കിയാലും വീണ്ടും വെള്ളം നോർമലാകുമ്പോൾ അത് വീണ്ടും അടിയിലേക്ക് പോകും. അത് ഒരുപാട് പ്രാവശ്യം എനിക്കത് അനുഭവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നെറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതിപ്പോൾ ഈ നെറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നെറ്റിൻ്റെ ഒരു പീസ് വെച്ചിട്ട് തച്ചിട്ട് അതിൽ ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലെക്സിബിളാണ്. നമുക്ക് അത്യാവശ്യം ടെമ്പറുമാണ്, ഫ്ലെക്സിബിളും ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മുകളിലോട്ട് പൊക്കിയെടുക്കാൻ ഈ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതുമാത്രമല്ല ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും നമുക്കത്. ഇത് അടിയിൽ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് അടിയിൽ വളരെ സാവധാനത്തിൽ തന്നെ നമുക്ക് ഫ്രൈസ് ഒന്നും കയറാതെ തന്നെ ഈ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് പയ്യെ ഇത് കോരി മാറ്റാം. ഇത് പ്രത്യേകിച്ചും വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എന്താകപ്പെട്ടാലും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് വൈറ്റ് ആയിട്ടും ഇതുപോലെ ടെമ്പറായിട്ടും നമുക്ക് കിട്ടില്ല. അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നെറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ നെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു കമ്പിയാണ്, മെറ്റൽ പീസാണ്. നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ, ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് നെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അളവിനായിട്ട് ഞാനൊരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലിനകത്തൊക്കെ ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു അളവാണ്. ഈ അളവിൽ നമുക്ക് ആദ്യം ഈ കമ്പി ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി ഇതിന് നമുക്ക് ലെങ്ത് വേണോ, എത്ര ലെങ്ത് വേണോ അനുസരിച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റവും ഒന്ന് വളച്ചെടുക്കാം. എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഹാങ് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് അറ്റം ഒന്ന് വളച്ചെടുക്കാം. ഇത് അരിപ്പയാണ്. നമ്മൾ സാധാരണ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പയാണ്. 10 രൂപയുള്ള വില. സാധാരണ കോമൺ ആയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങുന്ന ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. ഇത് 10 രൂപയാണ് വില. ഇതിൻ്റെ നെറ്റ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തച്ചാണ് വെക്കുന്നത്, നൂല് കൊണ്ട് തച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയി ഇത് നല്ല ഒരു പോളിഷാണ്. ഇത് നല്ല പോളിഷായിട്ടിരിക്കുന്ന ഒരു കമ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്രിപ്പ് വേണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഗം ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഗം ഉണങ്ങിയതിന് ശേഷം നമുക്ക് തയ്ക്കാം. ഗം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പ ഇതിൽ എങ്ങനെ വെച്ച് തയ്ക്കാമെന്ന് നോക്കാം.
ഇതിപ്പോൾ 2 ലെയർ തയ്ച്ചിട്ടുണ്ട്. ഈ തയ്യലിന് ഇളകി വരാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗം ഇതിലൊന്ന് തേച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നെറ്റ് ആയിട്ടുണ്ട്. ബോട്ടിലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പീസ് വെച്ചിട്ട് തച്ച് അത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെറ്റ ഫ്രൈസിനെയൊക്കെ, അടിയിൽ കിടക്കുന്ന ബെറ്റ ഫ്രൈസിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ പൊക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തയ്ക്കുന്നില്ല, ഞാൻ വേറെ ഒന്നും ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബെറ്റയ്ക്ക് ആവശ്യമുള്ള ബെറ്റ ബോട്ടിലിങ്ങിന് ആവശ്യമായിട്ടുള്ള നെറ്റ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് എനിക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ആ തച്ച് വയ്ക്കുന്ന ആ ഒരു നെറ്റും കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഇത് പ്രത്യേകിച്ച് ബെറ്റ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിപ്പോൾ ഞാൻ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേജായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബെറ്റ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ എല്ലാം ചെയ്ത് ഓരോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഓരോ സ്റ്റേജിൽ എന്താ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ടാങ്കൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ടാങ്ക് ഉടനെ തന്നെ ടാങ്കൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.